സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ക്രമക്കേടുകളിൽ ധനവകുപ്പ് കൂടുതൽ കടുത്ത നടപടികളിലേക്ക്. കോട്ടയ്ക്കൽ നഗരസഭയിൽ തട്ടിപ്പിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ നിർദ്ദേശം നൽകി. പെൻഷൻ അർഹത സംബന്ധിച്ച് നടത്തിയ അന്വേഷണം ഉദ്യോഗസ്ഥർ, വരുമാന സർട്ടിഫിക്കറ്റ് അനുവദിച്ച റവന്യൂ ഉദ്യോഗസ്ഥർ, പെൻഷൻ അനുവദിച്ചു നൽകിയ ഉദ്യോഗസ്ഥർ എന്നിവർക്കെതിരെയാണ് വിജിലൻസ് അന്വേഷണത്തിന് നടപടി സ്വീകരിക്കാൻ ഭരണവകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയത്. വിവരങ്ങളുമായി ടിൻഡു ദാസ് ഒപ്പം ചേരുന്നു. ടിൻഡു, എത്രയോ വർഷങ്ങളായി ഇതിങ്ങനെ തുടർന്നു വരുന്നു ഈ ക്ഷേമ പെൻഷൻ തട്ടിപ്പ്. ഇപ്പോൾ വാർത്ത പുറത്തു വരുന്നു 1458 പിന്നീട് കൂടുതൽ പേരെന്ന് പറയുന്നു. അപ്പോൾ ഇത് ഈ ഒരു വിജിലൻസ് അന്വേഷണ പ്രഖ്യാപനം കണ്ണിൽ പൊടിയിടലോ? കൃഷ്ണരാജ്, ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ തട്ടിച്ച സംഭവത്തിൽ നടപടിയെടുക്കാനുള്ള തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ ധനവകുപ്പ് കടന്നിരിക്കുന്നത്. നമുക്കറിയാം, ആദ്യം വന്ന കണക്ക് നേരത്തെ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ 1458, പിന്നീട് ഞെട്ടിക്കുന്ന കണക്ക് 9000-ലധികം ആളുകൾ ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ ഈ പണം കൈപ്പറ്റിയിട്ടുണ്ടെന്ന് കണ്ടെത്തുന്നത്. അപ്പൊ തുടർച്ചയായി വരുന്ന ഇത്തരം വാർത്തകളിൽ ഒരു പ്രതിരോധം സൃഷ്ടിക്കാനെന്ന് ആയിരിക്കണം ഇത്തരത്തിൽ ഒരു വിജിലൻസ് അന്വേഷണം നടത്താനായിട്ട് ധനവകുപ്പ് വിജിലൻസിൽ കത്ത് നൽകിയിട്ടുള്ളത്. തദ്ദേശ സ്ഥാപനങ്ങളെയും അതോടൊപ്പം തന്നെ റവന്യൂ വകുപ്പിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അന്വേഷണം നടത്തുക. ഇത് സംബന്ധിച്ച് നഗരസഭയ്ക്ക് നിർദ്ദേശം നൽകാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ഈ മസ്റ്ററിംഗ് നടക്കുന്ന സമയത്ത് തിരിമറികൾ ഉണ്ടാക്കിയാണ് ഈ ലിസ്റ്റുകളിൽ കയറി പറ്റിയിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ അന്വേഷണം നടത്താനായിട്ടും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ബാങ്ക് അക്കൗണ്ട് വഴി ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കളുടെ അർഹത സംബന്ധിച്ചുള്ള കൃത്യമായ ഇടവേളകളിൽ ഇവ വിലയിരുത്തണമെന്നും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഇത്തരത്തിൽ ഈ തുക കൈപ്പറ്റിയവരുടെ ലിസ്റ്റ് വകുപ്പ് അടിസ്ഥാനത്തിൽ കൈമാറിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വേണം നടപടികൾ സ്വീകരിക്കേണ്ടതെന്നാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ക്ഷേമ പെൻഷൻ അനർഹരായിട്ടുള്ള, അതായത് ഈ സർക്കാർ ഉദ്യോഗസ്ഥർ ക്ഷേമ പെൻഷൻ പറ്റുന്നതിൽ ഒരു നടപടിക്രമങ്ങളിലേക്ക് സർക്കാർ ധനവകുപ്പ് കടന്നിട്ടുണ്ടെന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ കണ്ടെത്തിയിട്ടുള്ള ഭൂരിഭാഗം ആളുകളിലും മികച്ച ജീവിത സൗകര്യങ്ങളിൽ അല്ലെങ്കിൽ മികച്ച അടിസ്ഥാന സൗകര്യങ്ങളിൽ ജീവിക്കുന്നവരാണ്. അപ്പോൾ അവരുടെ വരുമാനം സംബന്ധിച്ച കാര്യങ്ങളിലൊക്കെ ആശങ്കയുണ്ട്. അപ്പോൾ ഈ വരുമാനം കൊടുക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ ഇത്തരത്തിൽ തിരിമറികൾ നടത്തിക്കൊണ്ടാണ് ഈ പെൻഷനുകൾ കൈപ്പറ്റിയതെന്നാണ് വിലയിരുത്തൽ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു വിജിലൻസ് അന്വേഷണത്തിലേക്ക് ധനവകുപ്പ് നിർദ്ദേശം നൽകിയത്. പക്ഷേ ടിൻഡു, ഒരു സംശയം, കോട്ടക്കൽ നഗരസഭയിലേക്ക് മാത്രം ഒരു അന്വേഷണം പ്രഖ്യാപിക്കുന്നു. 9000 പേരുണ്ടല്ലോ പലയിടങ്ങളിലായി. തീർച്ചയായിട്ടും ഈ നിലവിൽ പ്രഥമ ദൃഷ്ട്യാ ഉള്ള കണ്ടെത്തലുകളിൽ തെറ്റ് ചെയ്തു എന്ന് കരുതപ്പെടുന്ന ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ആദ്യ നടപടി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടായിരിക്കണം ഈ കോട്ടയ്ക്കൽ നഗരസഭാ പരിധിയിലാണ് ഇത്തരത്തിൽ ഒരു ഉദ്യോഗസ്ഥൻ ഈ സർട്ടിഫിക്കറ്റുകൾ തിരിമറി നടത്താനും ഇത്തരത്തിലുള്ള ഈ ഉദ്യോഗസ്ഥരുടെ തിരിമറികൾക്കും കൂട്ടുനിന്നിട്ടുള്ളതെന്നൊരു ആദ്യ കണ്ടെത്തലാണ്. അപ്പോൾ വിജിലൻസിന് അവിടെ തന്നെ അന്വേഷിക്കാനുള്ള ഒരു നിർദ്ദേശം നൽകുന്നത്. ഇനി പുറമേ ഉള്ള ഏതൊക്കെ നഗരസഭകൾ, തദ്ദേശ സ്ഥാപനങ്ങൾ അടിസ്ഥാനമാക്കി ആരൊക്കെയാണ് ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നിട്ടുള്ളത്, അവരെ കണ്ടെത്തിയതിനു ശേഷം മാത്രം അവിടെ ഒരു അന്വേഷണം പ്രഖ്യാപിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഞാൻ ടിനുവിലേക്ക് വരാം. തീർച്ചയായിട്ടും കൃഷ്ണരാജ്, ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് ഇപ്പോൾ അന്വേഷിക്കാനായിട്ട് ധനവകുപ്പിന്റെ ഭാഗത്തു നിന്ന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതായത് ഈ കോട്ടയ്ക്കൽ നഗരസഭയെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം മാത്രം നടത്തുക. അതിനുശേഷം മറ്റ് അന്വേഷണത്തെ പറ്റിയോ സംസ്ഥാന വ്യാപകമായിട്ട് ഇത്തരത്തിലുള്ള കുറ്റക്കാരെ കണ്ടെത്താനായിട്ടോ ധനവകുപ്പ് മുന്നോട്ട് പോകുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. എന്നിരുന്നാലും നിലവിൽ വിജിലൻസ് അന്വേഷണത്തിനാണ് ഉത്തരവ് നൽകിയിട്ടുള്ളത്. വിജിലൻസ് അന്വേഷണം നമുക്കറിയാം ഏത് സ്ഥലം വരെ പോകും, അല്ലെങ്കിൽ എത്തരത്തിൽ അവർക്ക് നിയമ നടപടികൾ സ്വീകരിക്കാനൊക്കെ ആയിട്ട് സാധിക്കും. എന്നിരുന്നാലും വകുപ്പ് തല നടപടിയെടുക്കാനായിട്ട് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടില്ല. അപ്പോൾ വലിയ രീതിയിലുള്ള കുറ്റം നടന്നിട്ടും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇടപെടൽ മന്ദഗതിയിലാണെന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും. ശരി, ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ ധനവകുപ്പ് നടപടികളിലേക്ക് എന്ന് തോന്നിപ്പിക്കുന്നു. കോട്ടയ്ക്കൽ നഗരസഭയിൽ തട്ടിപ്പിന് കൂട്ടുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ നിർദ്ദേശം നൽകി. പെൻഷൻ അർഹതയിൽ
അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥർ, വരുമാന സർട്ടിഫിക്കറ്റ് അനുവദിച്ച റവന്യൂ ഉദ്യോഗസ്ഥർ, പെൻഷൻ അനുവദിച്ചു നൽകിയ ഉദ്യോഗസ്ഥർ എന്നിവർക്കെതിരെയാണ് വിജിലൻസ് അന്വേഷണത്തിന് നടപടി സ്വീകരിക്കാൻ ഭരണ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയത്.